നെക്സ്റ്റ് നമ്മൾ റിപ്പോർട്ട് ഇന്ററാക്ഷൻസ് ആണ് നോക്കാൻ പോകുന്നത്. റിപ്പോർട്ട് ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് ടു കസ്റ്റമൈസ് ഹൗ ഫിൽറ്റേഴ്സ് അപ്ലൈ ടു വൺ വിഷ്വൽ ഇമ്പാക്ട് അതർ വിഷ്വൽസ് ഓൺ ദി പേജ്. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇപ്പം ഒരു പെർട്ടിക്കുലർ വിഷ്വലിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെയുള്ള എല്ലാ വാല്യൂസും അതിനെ ഡിപ്പെൻഡ് ചെയ്ത് വരുന്ന എല്ലാ വാല്യൂസും അവിടെ ചേഞ്ച് ആവുന്നുണ്ടെന്ന് കണ്ടോ. എല്ലാ വാല്യൂസും അവിടെ ചേഞ്ച് ആവുന്നില്ലേ? ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റിന് ക്ലിക്ക് ചെയ്യുമ്പോഴായാലും അല്ലെങ്കിൽ ലൈൻ ഗ്രാഫിൽ ഒരു വാല്യൂവിന് ക്ലിക്ക് ചെയ്യുമ്പോഴൊക്കെ ആയാലും എന്താ അവിടെ വാല്യൂസ് ചേഞ്ച് ആവുന്നുണ്ട്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇപ്പം നമുക്ക് ഒരു പെർട്ടിക്കുലർ വിഷ്വൽസിനെ മാത്രം ഫിൽട്ടർ ചെയ്യാതെ ആ വാല്യൂസിൽ ചേഞ്ച് ആവാതെ നമുക്ക് അവിടെ നിർത്താൻ പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റിപ്പോർട്ട് ഇന്ററാക്ഷൻസ് യൂസ് ചെയ്യുന്നത്. അപ്പം അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോ ഒരു ഞാൻ പഴയ പോലെ ആക്കിൻ്റെ ഗ്രാഫ് ഞാനൊരു പെർട്ടിക്കുലർ വിഷ്വലിൽ ക്ലിക്ക് ചെയ്തു. നെക്സ്റ്റ് ഇവിടെ ഫോർമാറ്റില് എഡിറ്റ് ഇന്ററാക്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യുക. ഓക്കെ, അത് സെലക്ട് ചെയ്യുമ്പോൾ എല്ലാ വിഷ്വലിന്റെ മുകളിലായിട്ട് നമുക്ക് രണ്ട് ഐക്കൺസ് കാണാൻ പറ്റും. ഫിൽറ്ററും നൺ എന്ന് പറഞ്ഞ രണ്ട് ഐക്കൺസ് കാണാൻ പറ്റും. അപ്പം അതിൽ ഞാനിപ്പോ ഈ നൺ സെലക്ട് ചെയ്ത് കഴിയുകയാണെങ്കിൽ ആ ഒരു വാല്യൂ നമ്മൾ ഫിൽട്ടർ ചെയ്താലും ആ വാല്യൂ അവിടെ ചേഞ്ച് ആവില്ല. കണ്ടോ, ഞാനിപ്പോ ലൈൻ ഗ്രാഫില് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോ ആ രണ്ട് ഞാൻ അവിടെ നൺ ആക്കിയ രണ്ട് ആ വാല്യൂസ് അവിടെ എന്താ ചേഞ്ച് ആയിട്ടില്ല. അതിന്റെ വാല്യൂസ് ബാക്കിയുള്ള വാല്യൂസ് ഒക്കെ അവിടെ ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഒരു പെർട്ടിക്കുലർ വിഷ്വൽസിനെ നമുക്ക് അവിടെ ചേഞ്ച് ആവാതെ ഫിൽറ്റർ അപ്ലൈ ചെയ്യാതെ നമുക്ക് അവിടെ നിർത്താൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് റിപ്പോർട്ട് ഇന്ററാക്ഷൻസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മളിത് ഫിൽറ്റർ കൊടുക്കുകയാണെങ്കിൽ അത് പഴയ പോലെ ആവും. അപ്പൊ ഇതാണ് റിപ്പോർട്ട് ഇന്ററാക്ഷൻസ്.